ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്തായിരുന്നു എന്റെ സ്പിറ്റി യാത്രയിൽ ഞാൻ കവർ ചെയ്ത സ്ഥലങ്ങൾ, സ്പിറ്റിയിൽ നിങ്ങൾ ഒഴിവാക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ, ഇതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന്. ഈ ഒരു വീഡിയോ സ്പിറ്റി യാത്ര ഫ്യൂച്ചറിൽ പ്ലാൻ ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് കേട്ടോ. നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോ, നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ആവും തോന്നുന്നു. സ്പിറ്റി വാലി പോകാനായിട്ട് ആദ്യം നമ്മൾ നാട്ടിൽ നിന്ന് ചണ്ഡീഗഡിലേക്ക് എത്തണം. ചണ്ഡീഗഡ് എത്താനായിട്ട് നാട്ടിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ട്രെയിൻ കേരള സമ്പർക്രാന്തി എക്സ്പ്രസ് ആണ് കേട്ടോ. ചണ്ഡീഗഡ് എത്തിയിട്ട് നമ്മൾ അവിടെ നിന്ന് സെക്ടർ 43 ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നു. അവിടെ നിന്ന് ആദ്യം നമ്മൾ പോകുന്നത് ഷിംലയിലേക്കാണ്. ഷിംലയിൽ നമ്മൾ കാസയിലേക്ക് പോകുന്ന ബസ്സിൽ കയറിയിട്ട് റെക്കോംബിയയിലേക്ക് പോകുന്നു. പിയോയിലേക്ക് ഒരു ഫുൾ നൈറ്റ് യാത്രയുണ്ട് കേട്ടോ. പിയോയിൽ ചെന്ന ശേഷം നമ്മൾ ആദ്യം കാണാൻ പോകുന്ന ചിത്കുൽ ഗ്രാമത്തിലേക്കാണ്. അങ്ങോട്ടേക്ക് ബസ്സുകളുണ്ട്. ഈ ഒരു യാത്രയിൽ നിങ്ങൾക്ക് സാംഗ്ല വാലിയും കവർ ചെയ്യാം. ദിവസം നമ്മൾ ചിത്കുലിൽ നിന്ന് ബസ്സിൽ റെക്കോംബിയയിലേക്ക് വരുന്നു. അവിടെ നമ്മൾ കൽപ്പയിലേക്കും റോഗി വില്ലേജിലേക്കും പോകുന്നു. കൽപ്പയിൽ നിന്ന് റോഗിലേക്ക് നിങ്ങൾ നടന്ന് മാത്രമേ പോകുള്ളൂ കേട്ടോ. തിരിച്ച് നമ്മൾ വീണ്ടും റെക്കോംബിയയിലേക്ക് വന്നിട്ട് അവിടുന്ന് അതിരാവിലത്തെ കാസ ബസ്സിൽ കയറിയിട്ട് നമ്മൾ നാക്കോ ടാബോ ഗ്രാമങ്ങൾ കാണുന്നു. പിന്നെ നമ്മൾ ഇവിടെ ചെന്നിറങ്ങി കഴിഞ്ഞാൽ തിരിച്ച് കാസയിലേക്കുള്ള ബസ് എപ്പോഴാന്ന് ചോദിച്ചു നോക്കുക. അതിനുശേഷം റൂം അന്വേഷിക്കുക. നാക്കോ ടാബോ ഗ്രാമങ്ങൾ കണ്ടതിന് ശേഷം നമ്മൾ കാസയിലേക്ക് എത്തുന്നു. കാസയിൽ നിന്ന് വൈകിട്ടത്തെ ബസ്സിൽ കയറിയിട്ട് നമ്മൾ മുദ്ദു വില്ലേജിലേക്ക് പോകാം. സ്പിറ്റി യാത്രയിൽ നിങ്ങൾ മുദ്ദു വില്ലേജ് ഒരിക്കലും മിസ് ചെയ്യില്ല കേട്ടോ. സൂക്ഷിക്കുക, റേഞ്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ ഇല്ല. അങ്ങനെ മുദ്ദു വില്ലേജ് കണ്ട് നമ്മൾ വീണ്ടും തിരികെ കാസയിലേക്ക് എത്തുന്നു. അവിടെ നമുക്ക് കീ മൊണാസ്ട്രി, ലാങ്സ വില്ലേജ്, കോമിക് ഗ്രാമം, കിബർ ഗ്രാമം, ഹിക്കിം വില്ലേജ്, ഇവിടത്തേക്കൊക്കെ പോകാം. ഇതെല്ലാം കണ്ടതിന് ശേഷം നമ്മുടെ മടക്കയാത്ര കുൻസും പാസ് വഴി മണാലിയിലേക്ക്. മണാലിയിൽ നിന്ന് ചണ്ഡീഗഡ് വന്ന് അവിടെ നമ്മൾ നാട്ടിലേക്ക് പോകുന്നു. എന്റെ സ്പിറ്റി യാത്രയിൽ ഞാൻ ഏകദേശം ഒരു 15 ദിവസത്തോളാണ് കേട്ടോ എടുത്തത്. നിങ്ങൾക്ക് സമയമുള്ള പോലെ എത്ര ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് സ്പിറ്റി യാത്രയ്ക്ക് വേണ്ടിയിട്ട് എടുക്കാം. ഷിംല വഴി കയറി മണാലി വഴി തിരിച്ചിറങ്ങുന്ന റൂട്ടാണ് കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞത്. ഇതിലും എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ, ഞാൻ റിപ്ലൈ